ഹിന്ദി ഏജു മാന്ത്ര. ഇന്ന് നമുക്ക് ചീഫ് കി ദാവത്ത് എന്ന സ്റ്റോറിയുടെ സാരാംശം നോക്കാം, സമ്മറി നോക്കാം. ചീഫ് കി ദാവത്ത് എന്ന സ്റ്റോറിയാണ്. ആ സ്റ്റോറി എഴുതിയിരിക്കുന്നത് നമ്മുടെ ഭീഷ്മ സാഹ്നിജിയാണ്. അപ്പോൾ നോക്കാം. ഭീഷ്മ സാഹ്നി द्वारा लिखित चीफ की दावत प्रमुख कहानी है. इस कहानी में उन्होंने मध्यवर्गीय समाज के खोखलेपन तथा दिखावटीपन को दर्शाया है. ഈ സ്റ്റോറിയിൽ ഈ ചീഫ് കി ദാവത്ത് എന്ന ഈ സ്റ്റോറിയിലൂടെ നമ്മുടെ ഭീഷ്മ സാഹ്നിജി ചെയ്തിരിക്കുന്നത് സാധാരണ മധ്യവർഗീയ മിഡിൽ ക്ലാസ് സൊസൈറ്റിയുടെ ആ ഒരു ദിഖാവട്ടിപ്പൻ, അതായത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെക്കുറിച്ച് തുറന്ന് കാണിച്ചിരിക്കുകയാണ്. ഉൻകെ ദ്വാരാ രചിത കഹാനി ആജ് ബി ഉത്നി ഹി പ്രാസംഗിക ഹെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഭീഷ്മ സാഹ്നിജി എഴുതിയ സ്റ്റോറീസ് എല്ലാം ഇന്നും അത്രയും തന്നെ മൂല്യവത്തായ സ്റ്റോറീസാണ്. ജിതിനി ഉസ് സമയത്ത് ആ സമയത്തുള്ള അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്നും ആ സ്റ്റോറിക്ക് നമ്മുടെ സമൂഹത്തിൽ. भीष्म साहनी ने श्यामनाद के माध्यम से शिक्षित युवा पीढ़ी पर करारा व्यंग्य किया है. അപ്പോൾ ഭീഷ്മജി ശ്യാംനാഥ് എന്ന ക്യാരക്ടറിലൂടെ, ഈ ചീഫ് കി ദാവത്ത് എന്ന ആ കഹാനിയിലെ ശ്യാംനാഥ് എന്ന ക്യാരക്ടറിലൂടെ ശിക്ഷിത് യുവാ പീढ़ി, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവാ പീढ़ി, ഈ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാരെ പൂർണ്ണമായിട്ടും വ്യംഗ്യ രൂപേണ ചിത്രീകരിച്ചിരിക്കുകയാണ്. आज के शिक्षित युवा वर्ग अपने मातापिता को बोझ समझते हैं. ഇന്നത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നയി പീढ़ി, പുതിയ തലമുറക്കാർ തൻ്റെ മാതാപിതാക്കളെ ഒരു ബോജായിട്ടാണ് കാണുന്നത്. ബോജ് എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തമായിട്ട്, ഒരു റെസ്പോൺസിബിലിറ്റി പോലെ. അത് അവർക്ക് എന്താ പറയുക, അവരെ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കണമെന്നൊരു താല്പര്യമില്ല, അതൊരു ഭാരമായിട്ട് കാണുന്നു. व्यक्ति अपनी सुख सुविधा के लिए अपनी माता पिता को छोड़ देते हैं. അതുപോലെ തൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അച്ഛനും അമ്മേനെ തന്നെ ഉപേക്ഷിക്കുന്ന യുവാക്കളുടെ ഒരു സമൂഹമാണ്. ഈ സമൂഹത്തെക്കുറിച്ചാണ് ഈ സ്റ്റോറിയിലൂടെ നമ്മുടെ ഭീഷ്മ സാഹ്നിജി നമുക്ക് നമ്മുടെ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു തരുന്നത്. वे यह तक भूल जाते हैं कि आज जिस समाज में तुम रह रहे हो उनकी बदौलत है. अपने बच्चों को काबिल बनाने के लिए माता पिता अपना सर्वस्व समर्पित कर देते हैं. അപ്പോൾ ഇതിലൂടെ ഈ പാരൻസിനെ നോക്കേണ്ട കടമ ഓരോ മക്കൾക്കും ഉണ്ട് എന്നുള്ളത് അവർ മറന്നു പോകുന്നു. അതുപോലെ തൻ്റെ മക്കളെ വലുതാക്കാൻ വേണ്ടി, വലിയ നിലയിൽ എത്തിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും അവരുടെ എല്ലാം തന്നെ സമർപ്പിക്കുകയാണ് മക്കൾക്ക് വേണ്ടി. ഉൻകാ പൂരാ ജീവൻ അപ്നെ ബച്ചോं की खुशी के लिए बलिदान में व्यतीत हो जाते हैं. ജീവിതകാലം മുഴുവൻ തൻ്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ബലിയർപ്പിച്ച് ജീവിക്കുന്ന ഒരു തലമുറയായിട്ടാണ് അച്ഛനമ്മമാരെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ചീഫ് കി ദാവത്ത് ഏക് ഐസി ഹി കഹാനി ഹെ. ഈ ചീഫ് കി ദാവത്ത് എന്ന സ്റ്റോറിയും ഇതുപോലെയുള്ളൊരു സ്റ്റോറിയാണ്. जिसमें स्वार्थी बेटे श्यामनाद को अपनी विधवा बूढ़ी माँ का बलिदान फर्ज ही नज़र आता है. അപ്പോൾ ഇതിലും ഈ ചീഫ് കി ദാവത്ത് എന്ന സ്റ്റോറിയിൽ സ്വാർത്ഥിയായ മോൻ ശ്യാംനാഥ് തൻ്റെ വിധവയായ അമ്മ, അതായത് അച്ഛൻ മരിച്ചുപോയി, അമ്മ മാത്രമാണ് ബാക്കി, ആ വയസ്സായ അമ്മയെ നോക്കുന്നത് ഒരു ഭാരമായിട്ട് കാണുന്ന ഒരു വ്യക്തി. സമൂഹത്തിൻ്റെ മുന്നിൽ സമൂഹം എന്ത് ചിന്തിക്കും എന്ന് ആലോചിച്ച് ആ അമ്മയെ നോക്കുന്ന ഒരു സ്വാർത്ഥിയായ മകനായിട്ടാണ് ശ്യാംനാഥിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മളെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കണം, നമ്മൾ അവരെ സ്നേഹത്തോടെ അവരെ നോക്കണം എന്നുള്ള ചിന്ത ഈ ശ്യാംനാഥ് എന്ന ഈ ക്യാരക്ടർക്ക് ഇല്ല എന്നുള്ളത് കാണിച്ചു തരികയാണ് ചീഫ് കി ദാവത്ത് എന്ന ഈ സ്റ്റോറിയിലൂടെ നമ്മുടെ ഭീഷ്മ സാഹ്നിജി. ഇനി നമുക്ക് സാരാംശം നോക്കാം, സമ്മറി നോക്കാം. പ്രസ്തുത കഹാനി के प्रथम भाग में चीफ की दावत के लिए की जा रही तैयारी का वर्णन है. അപ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് അതിൽ ആദ്യത്തെ ഭാഗിൽ ചീഫ് കി ദാവത്ത് के लिए ചീഫ് കി ദാവത്ത്, അതായത് ഈ ശ്യാംനാഥ് എന്ന ക്യാരക്ടറുണ്ട്,
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ചീഫ് വിരുന്നിന് വരുവാണ്. അതാണ് ചീഫ് കി ദാവത്ത്. അപ്പോൾ ആ ചീഫ് ആ പാർട്ടി ചീഫിന് വേണ്ടി നടത്തുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ തയ്യാറാക്കലൊക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ ആ ഒരു തയ്യാറെടുപ്പാണ് ആ വീട്ടിൽ നടക്കുന്നത്. ഇസ്മേ ശ്യാംനാഥ് ഔർ ഉൻകി പത്നി ലഗി ഹെ. അപ്പോൾ ശ്യാംനാഥും ഭാര്യയും ഈ ചീഫ് കി ദാവത്തിന് വേണ്ടിയിട്ട് ചീഫിന് കൊടുക്കുന്ന ഈ പാർട്ടിക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉन्हें വിദേശി ചീഫ് കി നസറോ മേ ആധുനിക തഥാ സുസംസ്കൃത ദിക്നേക്ക് അധിക ചിന്ത ഹെ. വിദേശിയായ ഒരു ഫോറിൻ ചീഫാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ വലിയ അതായത് നല്ല കൾച്ചറുള്ള ആൾക്കാരാണ്, അതുപോലെ ഞങ്ങൾ ന്യൂ ജനറേഷനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഒരുക്കങ്ങൾ നടത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ഇസ് ചിന്താ കെ കാരൺ से सामान्यतः पूरे घर की सजावट और विशेषतः ड्राइंग रूम की सजावट पर विशेष ध्यान देते हैं. അപ്പോൾ അതുകൊണ്ട് ആ ചീഫിന് മുന്നിൽ ഞങ്ങൾ ന്യൂ ജനറേഷനാണെന്ന് കാണിക്കാനായിട്ട് അവർ തൻ്റെ വീട്ടിൽ ഒരുക്കങ്ങളെല്ലാം നടത്തി. പ്രത്യേകിച്ചും ഡ്രോയിങ് റൂമിലെ, അതായത് വിസിറ്റിംഗ് റൂമിലൊക്കെ നല്ല രീതിയിലുള്ള ഡെക്കറേഷനുമെല്ലാം ചെയ്തു. प्रत्येक वस्तु को उसके उचित स्थान पर रखने और घर के कूड़े को कहीं छिपाने के लिए दोनों प्रयत्नशील है. അപ്പോൾ അവർ രണ്ടുപേരും ഈ പാർട്ടിക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ വീട്ടിലെ ഓരോ സാധനങ്ങളും അതിൻ്റേതായ സ്ഥലത്ത് അതിനെല്ലാം വയ്ക്കുവാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ വേണ്ടാതിരിക്കുന്ന കൂടേക്കോ വേസ്റ്റുകളെയെല്ലാം തന്നെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. വഹ ഡ്രോയിങ് റൂം को एक प्रदर्शनी बनाना चाहते हैं. അപ്പോൾ ഡ്രോയിങ് റൂമായ നമ്മുടെ വിസിറ്റിംഗ് റൂമിനെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനായിട്ട് അത്രയും അത് ഡെക്കറേറ്റ് ചെയ്ത് അത്രയും പെർഫെക്റ്റായി വെക്കാനായിട്ട് അവർ ശ്രമിച്ചു. കാരണം ആ റൂമിലാണ് എല്ലാവരും വന്ന് നിൽക്കുന്നത്. आधुनिकता और संस्कृति के प्रदर्शन की तैयारी में एक बाधा तब उपस्थित हो गई जब श्यामनाथ का ध्यान अपनी बूढ़ी माँ की ओर गया, जो उसकी नज़रों में प्रदर्शन के योग्य नहीं है और इसलिए वह चीफ से मिलाने के योग्य नहीं है. അപ്പോൾ ഈ ആധുനികത, ഈ എന്താ പറയുക, ന്യൂ ജനറേഷനും അതുപോലെ ന്യൂ കൾച്ചറും ഒക്കെ ഉള്ള രീതിയിൽ കാണിക്കാനായിട്ട് ഈ വീട് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴാണ് ശ്യാംനാഥിന് തൻ്റെ വയസ്സായ അമ്മയെ ഓർമ്മ വരുന്നത്. അപ്പോൾ ആ അമ്മയെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനായിട്ട് അമ്മ യോഗ്യതയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സ്വാർത്ഥിയായ മകനാണ് ശ്യാംനാഥ്. അതുകൊണ്ട് തന്നെ ശ്യാംനാഥ് ചീഫിന് മുന്നിൽ അമ്മയെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നു. तब बूढ़ी माँ उसके लिए एक फालतू सामान या कूड़े में രൂപാന്തരിത് ഹോ ജാത്തി ഹെ. ഈ സമയത്ത് ഈ വയസ്സായ അമ്മ ആരായിട്ടാണ് കാണുന്നത്? നമുക്ക് ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഉപയോഗമില്ലാത്തൊരു സാധനം, ഒരു വേസ്റ്റ് കച്ചറ പോലെ നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു സാധനമായിട്ടാണ് ഈ അമ്മയെ നമുക്ക് ഈ സ്റ്റോറിയിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. കൂടാ और उसकी माँ में कोई अंदर नहीं रहता. ഇവിടെ ഈ ശ്യാംനാഥിൻ്റെ ചിന്താഗതി നോക്കുമ്പോൾ ഈ കൂടെയും, അതായത് കച്ചറയും അമ്മയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത രീതിയിലാണ് ശ്യാംനാഥിൻ്റെ ക്യാരക്ടർ ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ശ്യാംനാഥ് അപ്നി മാസെ ദുർവ്യവഹാർ കർത്താ ഹെ. അമ്മയോട് മോശമായ രീതിയിൽ സംസാരിക്കുന്നു, ബിഹേവ് ചെയ്യുന്നു. ഇസ്സെ ഉസ്കെ സുസംസ്കൃത ഹോനെ കാ പതാ നഹീ ചൽത്ത ബൽക്കി ഉസ്കാ ढुच्चापन, उसकी अवसरवादिता और ശൂദ്രത ഹി ഉജാഗർ ഹോത്തി ഹെ. അപ്പോൾ ശ്യാംനാഥ് തൻ്റെ അമ്മയോട് മോശമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം നല്ല കൾച്ചറുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന് പകരമായിട്ട് അവസരവാദിയാണ്, അതുപോലെ തന്നെ അദ്ദേഹം സ്വാർത്ഥനാണ്, ദേഷ്യമുള്ള ആളാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറെക്കുറിച്ച് നമുക്ക് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. कहानी में शुरू में यह भी दिखाया गया है कि जब श्यामनाथ का ध्यान अपनी माँ की ओर गया और उसे लगा कि उसे चीफ की नज़रों से ओझल नहीं किया जा सकता, तो उसने माँ को प्रदर्शन योग्य बनाने का निश्चय कर लिया. അപ്പോൾ ഈ സ്റ്റോറി ആരംഭിക്കുമ്പോൾ അമ്മയെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അമ്മയെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ആ അമ്മയെ വീണ്ടും അദ്ദേഹം ചിന്തിക്കുന്നത് അമ്മയെ
പുറത്തന്നെ നിർത്താമെന്ന് ചിന്തിക്കുന്നു. പഹലെ മാക്കോ ചിപ്പാനേക്ക് ചിന്ത സദാ രഹിതെ അബ് വഹാം മാക്കെ പ്രദർശൻ കി വസ്തു ബനാനെ ലഗ് ഗയാ ഹെ. ആദ്യം ചിന്തിക്കുന്നു ഈ അമ്മയെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കരുത് എന്ന്. പിന്നീട് ചിന്തിക്കുന്നു ചീഫ് വയസ്സായ ഒരു അമ്മയെ ചീഫ് നമ്മൾ നോക്കുന്നില്ല, ഒളിപ്പിച്ചു വെച്ചു എന്ന് ചീഫ് ചിന്തിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് അമ്മയെ മുന്നിൽ പ്രതിഷ്ഠിക്കാനായിട്ട് തീരുമാനിക്കുന്നു, മുന്നിൽ തന്നെ ഇരുത്താനായിട്ട് തീരുമാനിക്കുന്നു. ഉസ്നെ മാക്കോ ബതായ കി കൈസെ കുർസി പർ ബൈഠാ ജായി ഓർ വഹ് കൈസെ കപ്പടെ പെഹനെ. അപ്പോൾ അമ്മയെ എന്തുകൊണ്ടാണ് ഒളിപ്പിച്ച് വെക്കാൻ അദ്ദേഹം താല്പര്യം ആദ്യം കാണിച്ചെങ്കിലും പിന്നീട് കാണിക്കാതിരുന്നതെന്ന് വെച്ചാൽ അമ്മ ഉറങ്ങുമ്പോൾ അമ്മ കൂർക്കം വലിക്കുമായിരുന്നു. അപ്പോൾ ഖരാട്ട ലേന എന്നാണ് കൂർക്കം വലിക്ക് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ ഈ അമ്മ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് മുൻഭാഗത്ത് ആ ചെയറിൽ അമ്മയെ പിടിച്ചിരുത്താൻ അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ അമ്മ ആ ചെയറിൽ ഏത് രീതിയിൽ ഇരിക്കണം, ഏത് വസ്ത്രം ധരിക്കണം എന്നെല്ലാം മോൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. जैसे उसने ड्राइंग रूम और बरामदे में प्रत्येक वस्तु को उचित स्थान पर उचित ढंग से सजा दिया था, वैसे माँ को भी सजावट के सामान की तरह उचित स्थान पर उचित ढंग से बिठाने की कोशिश करने लगा. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ ഡ്രോയിങ് റൂമിൽ, അതായത് ഈ അവരുടെ വിസിറ്റിംഗ് റൂമിൽ എങ്ങനെയാണോ സാധനങ്ങളെ ഓരോ സ്ഥാനത്തും അത്രയും നീറ്റായിട്ട് സ്ഥാനത്തും സെറ്റ് ചെയ്ത് വെച്ചത്, അതുപോലെ അമ്മയെയും ഒരു സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിയിൽ ഏത് രീതിയിലിരിക്കണം, ഏത് വസ്ത്രം ധരിക്കണം എന്നെല്ലാം അദ്ദേഹം അമ്മയ്ക്ക് ഓർഡർ കൊടുക്കുന്നു. जब चीफ और अन्य अतिथि ड्राइंग रूम में हो तो माँ के लिए उचित स्थान बरामदे में कुर्सी निर्धारित की गई और उसे यह भी बता दिया कि वह कुर्सी पर पाँव लटका कर बैठे और सोए नहीं, क्योंकि सोने पर उसके खराटे दावत में ബാധ ഡാൽ സക്തേ ഹെ. അപ്പോൾ ഈ മോൻ ചിന്തിക്കുന്നത് ആ ചീഫ് അതുപോലെ തന്നെ മറ്റുള്ള ഗസ്റ്റ് എല്ലാം ഡ്രോയിങ് റൂമിലേക്ക് വിസിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ അമ്മ വരാന്തയിൽ ഇരിക്കണം. ആ ചെയർ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ ചെയറിൽ ഏത് രീതിയിൽ ഇരിക്കണം, കാല് പൊക്കി വെച്ചിരിക്കരുത്, വളരെ നീറ്റായിരിക്കണം. അതോടൊപ്പം തന്നെ ആ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവരുത്. ഉറങ്ങിയാൽ കരാട്ട എന്ന് വെച്ചാൽ കൂർക്കം വലിക്കും ഈ അമ്മ. കാരണം അമ്മയ്ക്ക് വയസ്സായി, പലതരം സർജറിയൊക്കെ നടത്തിയ അമ്മയാണ്, പല അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് ഉറക്കം തുടങ്ങിയാൽ അപ്പോൾ തന്നെ കൂർക്കം വലി വരും. അപ്പോൾ ആ അമ്മ ആ കൂർക്കം വലിക്കുമ്പോൾ ആ വിരുന്നിന് അത് തടസ്സമാവും, ആ പാർട്ടിക്ക് അത് മോശമാവും എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അതുകൊണ്ട് അമ്മയോട് ഉറങ്ങരുത് എന്നെല്ലാം ഓർഡർ കൊടുക്കുകയാണ് ശ്യാംനാഥ്. ശ്യാംനാഥ് एक चारित्रिक विशेषता अपनी ड्यूटी संपन्नता के प्रदर्शन की भी है. അതുപോലെ ശ്യാംനാഥിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു വിശേഷത നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഡ്യൂട്ടി സമ്പന്നത, ഒന്നുമില്ലെങ്കിലും ഉണ്ടെന്ന് കാണിക്കുന്ന, തൻ്റെ വീട്ടിൽ ഒന്നുമില്ലെങ്കിലും തൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രദർശനം, അതായത് തൻ്റെ കയ്യിലുള്ളതെല്ലാം പ്രദർശിപ്പിക്കാനായിട്ട് ചിന്തിക്കുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ശ്യാംനാഥിനെ നമുക്കിതിൽ കാണാനായിട്ട് കഴിയുന്നത്. आधुनिकता और सुसंस्कृति के प्रदर्शन की तरह वह अपनी समृद्धि का भी प्रदर्शन करना चाहता है. അപ്പോൾ അദ്ദേഹം ഈ ന്യൂ ജനറേഷനാണ്, ന്യൂ കൾച്ചറാണ് അദ്ദേഹത്തിന് എന്നുള്ളതെല്ലാം പ്രദർശിപ്പിക്കുന്നതിനൊപ്പം തന്നെ തൻ്റെ സമൃദ്ധി, തൻ്റെ സാമ്പത്തികം ഒരുപാട് വലുതാണ് എന്നുള്ളതും പ്രദർശിപ്പിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു. തബി ഉസ്നെ മാ സെ പൂച്ചാ കി സോനെ കി ചൂടിയാം കഹാ ഹെ और वह उन्हें पहन ले ताकि अतिथियों को पता लग जाए कि उसकी बूढ़ी माँ हाथों में सोने की चूड़ियाँ पहने हैं. അപ്പോൾ ആ സമ്പന്നത സൂചിപ്പിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനായിട്ട് അദ്ദേഹം അമ്മയോട് സ്വർണ്ണ വളകൾ ധരിക്കാനായിട്ട് പറയുന്നു. കാരണം ആ അതിഥികൾ അത് കാണുമ്പോൾ ആ അമ്മയ്ക്ക് സ്വർണ്ണ വളകളെല്ലാം മകൻ വാങ്ങിച്ചു കൊടുത്തു എന്ന് ചിന്തിക്കട്ടെ, അങ്ങനെ സമ്പന്നതയുള്ള ഒരു വ്യക്തിയാണ് ശ്യാംനാഥ് എന്ന് ചിന്തിക്കട്ടെ എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. माँ द्वारा यह सूचना पाकर कि सारे जेवर उसकी पढ़ाई में बिक गए, ശ്യാംനാഥ് തിൽമില ജാത്ത ഹെ. അപ്പോൾ അമ്മയോട് വള അന്വേഷിച്ചപ്പോൾ അമ്മ പറയുന്നത് അമ്മയുടെ എല്ലാ ആഭരണങ്ങളും, ജേവർ എന്ന് വെച്ചാൽ ആഭരണം, ഈ മോൻ്റെ പഠനത്തിന് വേണ്ടി വിറ്റു പോയതാണ് എന്ന് അമ്മ പറയുമ്പോൾ മകൻ ഒന്ന് പതറുന്നു.
उसकी तीखी प्रतिक्रिया से माँ के प्रति അവമാന്യ കൃതജ്ഞത തഥാ ഉസ്കി ശുദ്രത കാ പത ചലता है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അമ്മയുടെ മുന്നിൽ താൻ അപമാനിക്കപ്പെട്ട പോലെയും അതുപോലെ അമ്മയോട് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്, കയ്യിൽ വളയില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ള രീതിയിൽ അമ്മയോട് സംസാരിക്കുന്നു. അമ്മയോട് അമ്മ എത്രയും കഷ്ടപ്പെട്ട് ആണ് തന്നെ വളർത്തിയത്, തന്നെ പഠിപ്പിച്ചത് എന്നുള്ള ആ ഒരു നന്ദി പോലും അദ്ദേഹത്തിന് ആ സമയത്തും തോന്നുന്നില്ല. അതിനു പകരം ആ അമ്മയോട് ചാടിക്കടിച്ച് ആ അമ്മയോട് സംസാരിക്കുകയാണ് ആര് ചെയ്യുന്നത്, ശ്യാംനാഥ് എന്ന ക്യാരക്ടർ. वह माँ की ममता का मूल्य चुकाने की बात कहकर उसके वात्सल्य का भी अपमान करता है. അപ്പോൾ അമ്മയെ അപമാനിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. അമ്മയുടെ മമത എന്താണ്, ആ മമതയുടെ മൂല്യം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കാതെ അതിന് പകരമായിട്ട് ആ അമ്മയ്ക്ക് അതിനുള്ള പൈസ കൊടുക്കാം, ആ വള അമ്മ മകനെ പഠിപ്പിക്കാൻ വിറ്റുവെങ്കിൽ ആ അമ്മ സ്നേഹത്തോടെയാണ് മകന് വേണ്ടി അത് ചെയ്തത്. പക്ഷെ മകൻ ചിന്തിക്കുന്നത് അതിന് പകരം അമ്മയ്ക്ക് എത്ര വേണമെങ്കിലും വള ഞാൻ വാങ്ങിച്ചു തന്ന് ആ കടം അങ്ങ് വീട്ടാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അമ്മയുടെ വാത്സല്യത്തെ തന്നെ അപമാനിക്കുകയാണ് ഈ ശ്യാംനാഥ് ആ വാക്കുകളിലൂടെ ശ്രമിക്കുന്നത്. यहाँ मध्यवर्गीय व्यक्ति की प्रदर्शन प्रियता, आधुनिकता और सुसंस्कृति का पाखंड, पारिवारिक जीवन मूल्यों का विघटन, बूढ़ों की दुर्दशा आदि समस्याएं श्यामनाथ के क्रियाकलापों के माध्यम से सफलतापूर्वक उद्घाटित हो जाती है. ഈ സ്റ്റോറിയിലൂടെ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു വ്യക്തിയുടെ പ്രദർശൻ പ്രിയത, ആർഭാടം കാണിക്കുക, അതുപോലെ ന്യൂ ജനറേഷനാണ്, ന്യൂ കൾച്ചറാണ് എന്നുള്ളത് കാണിക്കുക, അതുപോലെ ഫാമിലി ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഒത്തൊരുമയുടെ ആ മൂല്യത്തിൻ്റെ വിഘടൻ, ആ മൂല്യം അതിൻ്റെ മഹത്വത്തിൻ്റെ നാശമാണ്. അങ്ങനെയൊരു മഹത്വം പോലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ കാണിക്കുന്നില്ല. ബൂഢോങ്കി ദുർദശ, വയസ്സായവരുടെ ദുർദശ, വയസ്സായ അമ്മമാർ എങ്ങനെയാണ് മക്കൾക്ക് ഒരു ബോജായിട്ട് ഒരു ഭാരമായി മാറുന്നത് എന്നുള്ളതെല്ലാമാണ് ഈ സ്റ്റോറിയിലൂടെ ഭീഷ്മസാനിജി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കഹാനി കെ ദൂസരെ ഭാഗ് മേ ചീഫ് കി ദാവത്ത് കെ സമയ കെ വാതാവരൺ കാ കുശൽ അങ്കൻ ഹെ. രണ്ടാം പാർട്ടിൽ ചീഫ് കി ദാവത്ത് നടക്കുകയാണ്, ആ ഒരു സമയമാണ്. ഭോജൻ സെ പെഹലെ ശരാബ് കാ ലംബ ഔർ രാത് കെ 10:30 ബജെ തക്ക് ചല. അതായത് ഭോജൻ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ശരാബ് അങ്ങനെയെല്ലാം പാർട്ടി ആകുമ്പോൾ ഉണ്ടാവും. 10:30 വരെയോളം അതായിരുന്നു അവിടെ നടന്നത്. ശ്യാംനാഥ് और उसकी पत्नी का खुशामदपूर्ण व्यवहार परिस्थिति के अनुकूल है. അപ്പോൾ ശ്യാംനാഥും ഭാര്യയും ഈ ഗസ്റ്റിനോടെല്ലാം വളരെ ഹാപ്പിയായി വളരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാവത്ത് മേ വിദേശി अफसर सबकी दृष्टियों का केंद्र है और उसकी पत्नी सब महिला अतिथियों की आंखों की पुतली बनी हुई है. दावत में सभी स्त्री पुरुष शराब पीते हुए दिखाए गए हैं. यह पश्चिमी सभ्यता का सूचक है. അപ്പോൾ ആ പാർട്ടിയിൽ എല്ലാ സ്ത്രീകളും ശരാബ് കുടിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഈ വിദേശി ചീഫിൻ്റെ ഭാര്യ അതിഥികൾക്കെല്ലാം മറ്റുള്ള ഗസ്റ്റുകൾക്കെല്ലാം ഒരു ആകർഷണമായിട്ട് കാണുന്നു. അങ്ങനെ ആ സമയത്ത് അവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് വെസ്റ്റേൺ കൾച്ചറിനെ സൂചിപ്പിക്കുന്നതായിരുന്നു. ഇസ് രംഗീൻ വാതാവരൺ സെ അലഗ് श्यामनाथ की बूढ़ी माँ बरामदे में कुर्सी पर बैठी ദഖർ സോ ഗയി. വയസ്സായ അമ്മയാണ്, ഈ പാർട്ടി എല്ലാം നടക്കുന്നുണ്ട്. ആ സമയത്ത് ആ വരാന്തയിലിരുന്ന് അമ്മയ്ക്ക് ഇരുന്നിരുന്ന് ക്ഷീണിച്ചു പോയി, അമ്മ ഉറങ്ങിപ്പോയി. और खराठे की आवाज़ वातावरण में गूंजने लगी. അങ്ങനെ ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ഈ അമ്മയുടെ കൂർക്കമ്പലി കേൾക്കുവാൻ തുടങ്ങി. കഹാനി കെ ഇസ് ഭാഗ് മേ മാ കി വിചിത്ര സ്ഥിതി और उसकी विवशता का कुशल वर्णन है. അപ്പോൾ ഈ പാർട്ടിൽ ഈ സമയത്ത് അമ്മയുടെ ആ വിവശതയുടെ വർണ്ണനാണ് നമുക്ക് കാണാനായിട്ട്. मदिरापान के लंबे सत्र की समाप्ति के बाद चीफ और अन्य अतिथि भोजन के लिए बरामदे में आए तो
ചീഫ് കെ സാമനെ ഖരാട്ടയിലെത്തി മാ പടുകയും. അങ്ങനെ ശരാബെല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം ആ ഒരു വലിയൊരു സമയത്തിന് ശേഷം എല്ലാവരും ചീഫും ബാക്കിയുള്ള ഗസ്റ്റ് എല്ലാം ഭക്ഷണം കഴിക്കാനായിട്ട് വരാന്തയിലേക്ക് വന്നു. അവിടെയാണ് ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചീഫിൻ്റെ മുന്നിൽ കൂർക്കം വലിച്ചിരിക്കുന്ന അമ്മയാണ് കാണുന്നത്. श्यामनाथ ने माँ को चीफ का स्वागत करने के लिए कहा तो माँ ने हाथ जोड़ दिया, पर चीफ ने अपना हाथ बढ़ाया तो माँ को आदेश मिला कि वह साहब से हाथ मिलाई. അപ്പോൾ ശ്യാംനാഥിൻ്റെ അമ്മയെ ചീഫ് സ്വാഗതം ചെയ്യുകയാണ്. ചീഫിനോട് വെൽക്കം പറയാനായിട്ട് ശ്യാംനാഥ് പറയുന്നു. അങ്ങനെ കൈകൂപ്പിയാണ് അമ്മ സ്വാഗതം ചെയ്യുന്നത്. വയസ്സായ അമ്മയാണ്, പണ്ടത്തെ ആ കൾച്ചറാണ്. പക്ഷേ ചീഫ് അമ്മയ്ക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് കൈ നീട്ടുമ്പോൾ അമ്മ കൈ കൊടുക്കാതെ നിൽക്കുന്നു. അപ്പോൾ മകൻ അമ്മയോട് ഓർഡർ കൊടുക്കുകയാണ് ചീഫിന് ഷേക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട്. ഉസ്നെ ബായാം ഹാത്ത് ആകെ കർ ദിയ പർ സബ്കെ ഉപഹാസ് ഓർ ഖഹ്ഖഹോं का केंद्र बन गई. അപ്പോൾ അമ്മ ഇടത് കൈയാണ് കൊടുക്കുന്നത്. അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അമ്മയെ കളിയാക്കാൻ തുടങ്ങി. चीफ द्वारा हाउ डू यू डू कहने पर श्यामनाथ ने अनपढ़ माँ को अंग्रेजी शब्दों को दोहराने के लिए विवश किया और उससे जब हाउ डू डू कहते नहीं बना तो वह फिर सबके उपहास का पात्र बन गई. ഹൗ ഡു യു ഡു എന്ന് ചോദിച്ചപ്പോൾ ഈ വിദ്യാഭ്യാസമില്ലാത്ത, എഡ്യൂക്കേഷൻ ഇല്ലാത്ത അമ്മ, ഇംഗ്ലീഷ് മനസ്സിലാവാത്തത് കൊണ്ട് ആ അമ്മയും ഹൗ ഡു ഡു എന്നെ മറുപടി പറയാണ്. അപ്പോൾ എല്ലാവരും ആ അമ്മയെ കളിയാക്കുന്നു. മാക്കി വിവശതാക്കി കൈ കരുൺ ചിത്ര ഇസ് കഹാനി മേ ബിക്കരപ്പെടേ. ഈ സ്റ്റോറിയിലൂടെ വയസ്സായ ഒരു അമ്മയുടെ വേദനാജനകമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. चीफ की इच्छा जानकर श्यामनाथ अपनी माँ से गाने की फरमाइश कर बैठा. मना करते करते भी उसे एक पंजाबी लोकगीत की कुछ पंक्तियां गानी पड़ी. അപ്പോൾ ചീഫിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ശ്യാംനാഥ് തൻ്റെ അമ്മയോട് ഒരു പാട്ട് പാടാനായിട്ട് പറയുന്നു. പാടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടും ഒരു പഞ്ചാബി ലോകഗീതം എന്ന് വെച്ചാൽ ഒരു നമ്മൾ എന്താ പറയുക, പഞ്ചാബി ആൾക്കാരുടെ തന്നെ അവരുടെ കൾച്ചറിനനുസരിച്ചിട്ടുള്ള, അവരുടെ കൾച്ചർ ആത്മകമായിട്ടുള്ള സംസ്കൃതി തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സോങ് പാടിക്കൊടുക്കുന്നു. യഹ് ശ്യാംനാഥ് കേലിയെ പ്രസന്നത ഓർ ഗർവ് കി ബാത് തി. അത് ശ്യാംനാഥിന് വളരെ അഭിമാനപൂർണമായ ഒരു കാര്യമായിരുന്നു. ക്യോങ്കി മാനെ പാർട്ടി മേ നയാ രംഗ് ഭർ ദിയാ. അമ്മയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ട് ആ പാർട്ടിക്ക് ഒന്നുകൂടെ പുതിയ നിറം കിട്ടിയതായിട്ട് ശ്യാംനാഥിന് തോന്നി. അപ്പോൾ ശ്യാംനാഥിന് വളരെ സന്തോഷമായി. അതുപോലെ തന്നെ അമ്മയെക്കുറിച്ച് ആലോചിച്ച് അഭിമാനവും തോന്നി. कहानी के उस मोड़ पर बूढ़ी माँ की स्थिति तब और भी निरीह हो गई जब उसके बेटे ने आदेश दिया कि चीफ को अपनी फुलकारी दिखा दी. കഹാനിയുടെ ആ വേറൊരു പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ബൂഢി മായടുത്ത് ഈ ചീഫ് അവരുടെ ആ പഞ്ചാബിക്കാരുടെ ആ നാട്ടിലുള്ള വിശേഷമായ വസ്തു എന്താണെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഫുൽക്കാരി കാണിച്ചു കൊടുക്കാനായിട്ട് പറയുകയാണ് മകൻ അമ്മയോട്, ശ്യാംനാഥ് അമ്മയോട്. ഫുൽക്കാരി എന്ന് പറഞ്ഞാൽ എന്താ? കൈകൊണ്ട് തുന്നിയ ഒരു തരം സ്വെറ്ററാണ്. ഉസ്നെ പുരാനി ഫട്ടി ഹുയി ഫുൽക്കാരി ആകെ കറുതി. അപ്പോൾ അമ്മയുടെ കുറച്ച് കീറിപ്പറഞ്ഞ ഒരു ഫുൽക്കാരി എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. സാഹബിനെ ഫുൽക്കാരി മേ थोड़ी रुचि दिखाई तो श्यामनाथ ने तुरंत वादा कर लिया कि उसकी माँ उसके लिए नई फुलकारी बना देगी. അപ്പോൾ സാഹബ് ഈ സ്വെറ്ററിനെ വളരെ ഇഷ്ടത്തോടെ നോക്കിയപ്പോൾ, ഇഷ്ടം കാണിച്ചപ്പോൾ ശ്യാംനാഥ് അമ്മയോട് പോലും ചോദിക്കാതെ ഉടനെ ഉത്തരം പറയാണ് പുതിയ ഒരു സ്വെറ്റർ അദ്ദേഹത്തിന് തയ്യാറാക്കി തരാമെന്ന്. ഉസ്കി സബ്സെ ബഡി ചിന്ത സാഹബ് കോ ഖുശ് കർനെ കി തി. കാരണം ആ ശ്യാംനാഥിൻ്റെ മനസ്സിൽ തൻ്റെ ചീഫിനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് പിന്നീട് പ്രൊമോഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ചീഫ് വളരെ സ്നേഹത്തോടെ തരും എന്ന് ചിന്തിക്കുകയാണ് ശ്യാംനാഥ്. അപ്പോൾ സ്വന്തം കാര്യസാധ്യത്തിനായിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് ശ്യാംനാഥിനെ ഈ കഹാനിയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്.
साहब की खुशी पर उसने अपनी बूढ़ी लाचार माँ की विवशता और कमजोर आंखों को न्योछावर कर दिया। माँ की असमर्थता के बावजൂद उसे साहब की खुशी चाहिए. അപ്പോൾ ഈ വയസ്സുകാലത്ത് ഈ അമ്മ ഈ സ്വെറ്റർ എങ്ങനെ തയ്യാറാക്കും എന്നുള്ളത് ചിന്തിക്കാതെ, അമ്മയുടെ കണ്ണ് പോലും അത്രയ്ക്ക് കാഴ്ചയില്ല എങ്കിലും ആ അമ്മയെക്കുറിച്ച് ചിന്തിക്കാതെ ഈ സാഹബിൻ്റെ സന്തോഷം, ഈ ചീഫിൻ്റെ സന്തോഷം മാത്രമാണ് ശ്യാംനാഥ് ഇവിടെ കാണുന്നത്. मध्यवर्गीय परिवार का आधुनिक व्यक्ति अपने बुजुर्गों की कितनी उपेक्षा करता है वह बूढ़ी माँ के प्रति श्यामनाथ के व्यवहार से स्पष्ट है. അപ്പോൾ ഈ ശ്യാംനാഥ് ഈ സ്റ്റോറിയിലൂടെ തൻ്റെ അമ്മയോട് ബിഹേവ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു ന്യൂ ജനറേഷനായിട്ടുള്ള ഒരു സാധാരണ ഒരു യുവാവ് തൻ്റെ വയസ്സായ അച്ഛനും അമ്മനെയും എത്ര അവഗണിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ശ്യാംനാഥ് എന്ന ക്യാരക്ടറിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. दावत के बाद माँ अपनी कोठरी में जाकर आंसुओं की नदी में डूब गई. ഈ വിരുന്നിന് ശേഷം അമ്മ അനുഭവിച്ച അപമാനമെല്ലാം ഓർത്ത് അമ്മ കണ്ണുനീരിൻ്റെ നദി തന്നെ ഒഴുക്കുവാൻ തുടങ്ങി. आशंकाओं के बीच जब उसने कोठरी का दरवाज़ा खोला तो उसने घुटन भरे वातावरण से मुक्ति पाने के लिए श्यामनाथ से कहा कि वह उसे हरिद्वार छोड़ आए. അങ്ങനെ പാർട്ടിക്ക് ശേഷം തൻ്റെ വാതിൽ തുറന്ന് ശ്യാംനാഥ് അകത്തേക്ക് വന്നപ്പോൾ അമ്മ ശ്യാംനാഥിനോട് ഇങ്ങനെ ശ്വാസം മുട്ടിയുള്ള ഈ ജീവിതം തനിക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഹരിദ്വാറിലേക്ക് പറഞ്ഞു വിടൂ, അവിടെ തീർത്ഥാടനത്തിന് താൻ പോവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് അമ്മ മകനോട് പറയുകയാണ്. മാഖി ഗുട്ടൻ ഓർ വിഷാദ് को अनदेखा कर श्यामनाथ क्रुद्ध होकर बोला, तुम चली जाओगी तो फुलकारी कौन बनाएगा. അപ്പോൾ അമ്മയുടെ ശ്വാസം മുട്ടലോ അമ്മയുടെ വേദനയോ ഒന്നും കാണാതെ ശ്യാംനാഥ് അമ്മയോട് ദേഷ്യത്തോടെ പറയുകയാണ്, അമ്മ ഹരിദ്വാറിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഫുൽക്കാരി ആര് തയ്യാറാക്കും, ഈ സ്വെറ്റർ ആര് തയ്യാറാക്കും. अपने टर्की का सपना दिखाकर उसने माँ को साहब के लिए फुलकारी बनाने के लिए राजी कर दिया. അപ്പോൾ അമ്മയെക്കുറിച്ച് ചിന്തിക്കുക, അമ്മയുടെ സന്തോഷം നോക്കാതെ തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അമ്മയെ അവിടെ പിടിച്ചു നിർത്തുകയാണ് ആരെവിടെ ചെയ്യുന്നത്, ശ്യാംനാഥ്. അല്ലാതെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അമ്മയെ പിടിച്ചു നിർത്തുകയല്ല ഈ സ്റ്റോറിയിൽ ശ്യാംനാഥ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. കാരണം ശ്യാംനാഥ് ചിന്തിക്കേണ്ടത് ഇങ്ങനെയായിരുന്നു, നല്ലൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചിന്തിക്കണം, അമ്മ പോയാൽ തനിക്ക് ആരാ ഉള്ളത്, തൻ്റെ അമ്മ അങ്ങനെ തന്നെ ഉപേക്ഷിച്ച് പോവരുത് എന്ന് ചിന്തിക്കണം. പക്ഷേ ഈ മകൻ ചിന്തിക്കുന്നത് അമ്മ പോയാൽ ഈ സാഹബിനുള്ള സ്വെറ്റർ ആര് തയ്യാറാക്കുമെന്നാണ്. അപ്പോൾ ആ മകൻ്റെ എത്രയും മോശമായ ഒരു സ്വഭാവമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. തൻ്റെ ടർക്കി എന്ന് വെച്ചാൽ എന്താ, പ്രമോഷൻ. തൻ്റെ പ്രമോഷൻ കിട്ടാനായിട്ടുള്ള സ്വപ്നം ആണ് അമ്മ തല്ലിക്കെടുത്തുന്നത് എന്നുള്ള രീതിയിൽ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ ആ സ്വെറ്റർ തയ്യാറാക്കാനായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും അമ്മയെ അപമാനിച്ചിട്ട് പോലും ആ അമ്മ മകൻ്റെ പ്രമോഷന് വേണ്ടി, മകൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാവുന്നു. അതാണ് ഒരു അമ്മ എന്ന് പറയുന്നത്. അമ്മ എന്ന മാ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊന്നുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഇവിടെ ഈ അമ്മ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മമാർ അങ്ങനെയാണ്. മക്കൾ എന്ത് തെറ്റ് ചെയ്ത് എത്ര വേദനിപ്പിച്ചാലും അവർ മക്കളെ വേദനിപ്പിക്കില്ല. മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അവർ ജീവിതകാലം മരണം വരെയും അവർ നിൽക്കും എന്നുള്ളത് ആണ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് അമ്മമാരെക്കുറിച്ചുള്ള ഒരു പാഠം കിട്ടുന്നത്. बेटे की कृतज्ञता के आगे माँ का वात्सल्य विजयी हुआ. മകൻ അമ്മയോട് നന്ദി പറയേണ്ടതാണ്, പക്ഷേ അതിനേക്കാളും കൂടെ ഈ അമ്മയുടെ വാത്സല്യമാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാനായിട്ട് കഴിയുന്നത്. ബേटे की तरक्की की आशा में माँ अपना दुख भूल गई. മകൻ്റെ പ്രമോഷൻ ആലോചിച്ചപ്പോൾ അമ്മയുടെ ദുഃഖം തന്നെ മറന്നുപോയി. അതാണ് അമ്മ. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തരുടെയും അമ്മമാരും ഇതുപോലെയുള്ള അമ്മ തന്നെയാണ്.
കാരണം നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി അവർ തൻ്റെ ദുഃഖം മറച്ചു വെച്ച് നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മളുടെ അച്ഛനും അമ്മയും. അതുകൊണ്ട് നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ അച്ഛനും അമ്മയെ ഇങ്ങനെയുള്ള ശ്യാംനാഥായി മാറാതെ നല്ലൊരു വ്യക്തിയായി അച്ഛനും അമ്മയെ സ്നേഹിച്ച് അവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു പാഠമാണ് ഭീഷ്മസാനേജി ഈ സ്റ്റോറിയിലൂടെ ഇന്നത്തെ യുവതലമുറയ്ക്ക് തരുന്നത്. കഹാനി കാ അന്ത് കരുണ ഹെ അല്ലേ, അവസാനം ഈ സ്റ്റോറിയുടെ അവസാനം നമുക്ക് ദുഃഖവും സങ്കടവും വരുന്ന സീനാണ്. പർ മാ കി മമതാക്കോ ഗൗരവാന്വിത് കർ ജാത്താ ഹെ, അമ്മയുടെ മമത, മാതൃത്വം എന്താണെന്ന് നമുക്ക് അഭിമാനപൂർവ്വം കാണിച്ചു തരികയാണ് ഈ സ്റ്റോറിയിലൂടെ ഭീഷ്മസാനേജി ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ സ്റ്റോറിയുടെ സാരാംശ സമ്മറി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ निष्कर्ष പറയുന്നത് भीष्म साहनी ने चीफ की दावत में युवा पीढ़ी के संवेदनशील व्यवहार को चित्रित करने का प्रयास किया है. അതായത് യുവ പീഡിയുടെ, സാധാരണ യുവാക്കളുടെ ആ ഒരു ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ചിത്രീകരിക്കുകയാണ് ഈ സ്റ്റോറിയിലൂടെ ചെയ്യുന്നത്. അവർക്ക് അവരുടെ സ്വാർത്ഥത മാത്രമാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു യുവ പീഡിനെ കുറിച്ചാണ് ഈ സ്റ്റോറിയിലൂടെ നമ്മുടെ ഭീഷ്മസാനേജി ചിത്രീകരിക്കുന്നത്. തേ സാമാജിക യഥാർത്ഥത്തെ ജുഡേ ഹുയെ കഥാകാർ थे. അദ്ദേഹം സാമൂഹികമായിട്ടുള്ള സമൂഹത്തിൻ്റെ യഥാർത്ഥം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കഥാകാരാണ് ഭീഷ്മസാനേജി. जिन्होंने श्यामनाद के माध्यम से शिक्षित वर्ग के अशिक्षित आचरण को दर्शाया है. ശ്യാംനാഥ് എന്ന ക്യാരക്ടറിലൂടെ ഭീഷ്മസാഹനേജി ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടത് ചിന്താശക്തിയോടെ പ്രവർത്തിക്കണം. പക്ഷേ ആ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ശ്യാംനാഥിലൂടെ അദ്ദേഹം അശിക്ഷിത ആചരണമാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഈ ശിക്ഷിത വർഗ്, ഒരു എഡ്യൂക്കേറ്റഡായ വ്യക്തി ചെയ്യേണ്ടതിന് ഓപ്പോസിറ്റായിട്ട് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതാണ് ഈ കഹാനിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഒരു പെരുമാറ്റം, അശിക്ഷിതമായിട്ടുള്ള ചിന്താശക്തിയില്ലാത്ത വ്യക്തികൾ പെരുമാറുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു ശിക്ഷിത വ്യക്തിയുടെ ആ ഒരു രീതിയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. तथा स्वार्थी बेटे की स्वार्थी भावनाओं को कहानी के माध्यम से उजागर किया है. അതോടൊപ്പം തന്നെ സ്വാർത്ഥിയായ മകൻ്റെ സ്വാർത്ഥിയായ ചിന്തകൾക്ക് വേണ്ടി ആ അമ്മ എന്തും സഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നത്. उन्होंने युवा पीढ़ी को यह एहसास दिलाने की कोशिश की है कि हमें रिश्तों की पवित्रता को नहीं भूलना चाहिए. അതോടൊപ്പം തന്നെ ഈ സ്റ്റോറിയിലൂടെ ഭീഷ്മസാനേജി എന്താണ് കാണിച്ചു തരുന്നത്? യുവതലമുറയ്ക്ക് ഈ ചിന്താഗതി ഉണർത്തിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ബന്ധങ്ങളുടെ പവിത്രത എന്താണെന്ന് നമ്മൾ ഒരിക്കലും മറക്കുവാൻ പാടുകയില്ല എന്നുള്ള ഒരു പാഠമാണ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. अपने घर में बुजुर्गों के प्रति लगाव रखना चाहिए. അതുപോലെ നമ്മളുടെ വീട്ടിൽ വയസ്സായ വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവരോട് സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ള ഒരു പാഠം കൂടെ നമുക്ക് ഈ സ്റ്റോറിയിലൂടെ തരികയാണ് ഭീഷ്മജി. उन्हें बोझ समझकर नहीं बल्कि अपनेपन की भावना से रखना चाहिए. അപ്പോൾ വയസ്സായവരെ നമ്മൾ ഒരു ഉത്തരവാദിത്തമായിട്ട് അല്ലെങ്കിൽ ഒരു ഭാരമായിട്ടല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളുടെ തന്നെ സ്നേഹമാണ്. നമ്മളെ കുഞ്ഞുനാളിൽ അവർ എത്രത്തോളം സ്നേഹിച്ച് വളർത്തിയോ അതുപോലെ വയസ്സായിരിക്കുമ്പോൾ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്ന അവരെ നമ്മൾ ഒരു കുഞ്ഞിനെ പോലെ സ്നേഹത്തോടെ തലോടി നമ്മൾ നോക്കണം എന്നുള്ള ഒരു പാഠമാണ് ഭീഷ്മജി ഈ സ്റ്റോറിയിലൂടെ തരുന്നത്. അപ്പോൾ ഈ ഭീഷ്മസാഹനേജിയുടെ ചീഫ് കി ദാവത്ത് എന്ന സ്റ്റോറിയുടെ സമ്മറി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.